1972 നൃത്തശാല എന്ന ചിത്രത്തിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കൊണ്ടായിരുന്നു ഇന്നസെന്റ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. 1973 പുറത്തു വന്ന ഫുട്ബോൾ ചാമ്പ്യൻ എന്ന ചിത്രത്തിലാണ് ഇന്നസെന്റ് ആദ്യമായി ഒരു ഡയലോഗ് പറയുന്നത്. മികച്ച സഹനടനുള്ള അവാർഡ് ആദ്യമായി ഇന്നസെന്റിനെ തേടിയെത്തിയത് മഴവിൽക്കാവടിയിലൂടെയായിരുന്നു. മഴവിൽക്കാവടിയിൽ നായകനായ ജയറാമിനൊപ്പം സ്കോർ ചെയ്യുന്ന ഒരു മുഴുവേള വേഷം തന്നെയായിരുന്നു ഇന്നസെന്റിന്. ഒരുപാട് രംഗങ്ങളും ധാരാളം സംഭാഷണങ്ങളുമുള്ള കഥാപാത്രം. പക്ഷേ മഴവിൽക്കാവടിയുടെ ഡബ്ബിംഗ് മദ്രാസിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ ഇന്നസെന്റ് ശരിക്കും വെള്ളം കുടിച്ചു. സംഭാഷണം ശരിയാവുമ്പോൾ ചുണ്ടുകളുടെ ചലനത്തിനൊത്താവില്ല. അത് ശരിയാവുമ്പോൾ ഭാവം പോകും. ഭാവം ശരിയാവുമ്പോൾ ഡയലോഗ് തെറ്റും. ഒടുവിൽ ക്ഷമകെട്ട് സംവിധായകൻ പറഞ്ഞു, ഇന്നസെന്റ്, നിങ്ങളെ ഞാൻ മൂകാംബികയിൽ കൊണ്ടുപോകാൻ നേർച്ച നേരുകയാണ്, ഈ ഡബ്ബിംഗ് ഒന്ന് ശരിയായി കിട്ടാൻ. ഉടനെ തന്നെ ഒട്ടും പരിഭമോ ശോഭമോ പരിഭ്രാന്തിയോ ഇല്ലാതെ ഇന്നസെന്റ് പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു എനിക്ക് ഇത്രയും വലിയ വേഷം തരാൻ? വേറെ എത്ര നടന്മാരുണ്ട്, അവർക്കാർക്കെങ്കിലും കൊടുത്താൽ പോരായിരുന്നോ? അത് കേട്ടപ്പോൾ സംവിധായകൻ ഉത്തരം മുട്ടി. അടുത്ത ദിവസം മൂകാംബിക പ്രാർത്ഥന ബലിച്ച പോലെയായിരുന്നു ഇന്നസെന്റ് വളരെ പെട്ടെന്ന് ഡബ് ചെയ്ത് തീർത്തത്.